വാഹനം അതേ രൂപത്തിൽ അത് അപകടത്തിന് മുൻപുള്ള ദൃശ്യങ്ങളും ആ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം. ആ ഫോട്ടോ കാണിക്കണം, വിൻഡോയിൽ ആ ഫോട്ടോ കാണിക്കണം. അർജുന്റെ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു. ദിവസങ്ങൾക്കിപ്പുറം മാസങ്ങൾക്കിപ്പുറം അർജുന്റെ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു. കാത്തിരിപ്പിന് അവസാനമായിരിക്കുന്നു എന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തെളിവ് വേണം, അർജുന്റെ വാഹനം അപകടത്തിൽപ്പെട്ടതിന് ഒരു തെളിവ് വേണമെന്നാണ് ആ കുടുംബം ആവശ്യപ്പെട്ടിരുന്നത്. ആ തെളിവ് ഇതാ പുറത്തേക്ക് വന്നിരിക്കുന്നു. അർജുന്റെ വാഹനം തന്നെ എന്നതിന്റെ പൂർണ്ണമായ ദൃശ്യങ്ങൾ, പൂർണ്ണമായ തെളിവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ചെറിയ ഭാഗങ്ങളായിട്ടല്ല, തകർന്ന് അടിഞ്ഞ നിലയിൽ ആ വാഹനം പുറത്തേക്ക് എത്തിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദീപക് പറയാം. ദീപക് മലമയും അഭിലാഷുമുണ്ട്. നമ്മുടെ വാഹനം എന്നുള്ള നിലയിലേക്ക് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഇതിൽ സംശയമുള്ള ഇനി വാഹനങ്ങൾ തന്നെതാ മുന്നേ തന്നെതാ സ്ഥിരീകരിക്കുക. ഇപ്പോൾ ഒരു വിളിച്ചു പറയുന്നുണ്ട് അതിലൊരു ബോഡി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു നമ്മളെ ഇത്രയും ദിവസത്തെ കാത്തിരിപ്പ് മയമായിട്ടുണ്ട്. ഇത് ഞങ്ങളെ വാഹനം തന്നെയാണ്. സ്മൃതി, ഇത് അർജുനന്റെ വാഹനം തന്നെയാണെന്ന് 100% സ്ഥിരീകരിക്കുകയാണ് വാഹന ഉടമ മുനീബ് തന്നെയാണ് ഇപ്പോൾ അല്പസമയം മുൻപ് നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളാണ് ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഇത്രയും നാളത്തെ കാത്തിരിപ്പ്, ആ കാത്തിരിപ്പിനൊടുവിൽ ഒരു അതിവൈകാരികമായ നിമിഷങ്ങൾ തന്നെയാണ് കടന്നു പോകുന്നത്. നമുക്ക് ഒരു റിസൾട്ട് എന്നുള്ളത് നമ്മളതാണ് മനാഫിന്റെ പ്രതികരണം. അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു. മനാഫ് അക്കാര്യത്തിൽ സ്ഥിരീകരണം വരുത്തിയിരിക്കുന്നു. ലോറി തന്റേത് തന്നെയെന്ന്.